ഹലോ മങ്സ്, വെൽക്കം ടു ക്രിപ്റ്റോമങ്കി. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 10 മില്യൺ ഫണ്ടിംഗ് ഉള്ള ഒരു പ്രൊജക്റ്റിനെ കുറിച്ചാണ്. ഇൻകോ എന്നാണ് പ്രൊജക്റ്റിൻ്റെ പേര്. ഇത് അത്ര ഏർലിയാണെന്ന് വെച്ചാൽ അല്ല, 2024 തുടങ്ങിയതാണ്. ബട്ട് നമ്മൾ മോഡ്സിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ ഇത് എപ്പോൾ വേണമെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം, ഒരു പ്രശ്നമില്ല. നിങ്ങളുടെ ആക്ടിവിറ്റിയാണ് ഇതിനുള്ളിൽ നോക്കുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ ഒന്ന് മെയിനായിട്ട് ഇറങ്ങാനായിട്ട് ഒരു റോഡ് മാപ്പ് പോലും ഇറങ്ങിയിട്ടില്ല. അപ്പോൾ റോഡ് മാപ്പ് ഇറങ്ങിയിട്ടാണ് മെയിനായിട്ട് ഇറങ്ങാനുള്ള ചാൻസ് ഉള്ളൂ. അപ്പോൾ ഒട്ടും ലേറ്റ് ആണെന്ന് വെച്ചാൽ ലേറ്റ് ആണ്, ബട്ട് ആക്ടിവിറ്റി അനുസരിച്ച് ഇത് സ്റ്റാർട്ട് ചെയ്തവരൊക്കെ കുറേ പേര് ഇപ്പോഴും ചെയ്യാതിരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ തുടങ്ങി കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു 5 മിനിറ്റ്, ഒരു 10 മിനിറ്റ്, ഒരു ഡേ മാത്രം കളഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിൽ നല്ല രീതിയിൽ എന്തെങ്കിലും സെക്യൂർ ചെയ്യാം. കാരണം കുറേ പേര് സ്റ്റാർട്ട് ചെയ്തിട്ടൊക്കെ നിർത്തിപ്പോയതാണ്. പക്ഷേ ഞാൻ എന്തുകൊണ്ട് ഈ പ്രോജക്റ്റ് തുടങ്ങുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കുറച്ച് ദിവസം മുന്നേ നമ്മുടെ ചാനലിൽ ഇട്ടുണ്ട് നമ്മൾ കുറച്ച് FH പ്രോജക്റ്റുകൾ, അതായത് ഫുള്ളി ഹോമോഫോറിക് എൻക്രിപ്ഷൻ ഉള്ള, അതായത് ക്രിപ്റ്റോഗ്രാഫി റിലേറ്റഡ് ആയ കുറച്ച് പ്രോജക്ട്സുകൾ ഇനി കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നുണ്ട്. കാരണം അതൊരു ചെറിയ ട്രെൻഡായിട്ട് വരുന്നതുകൊണ്ടാണ് നമ്മൾ അങ്ങനത്തെ കുറച്ച് പ്രോജക്റ്റുകൾ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. ക്രിപ്റ്റോ എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ക്രിപ്റ്റോ കറൻസിയാണ് നമ്മളെപ്പോഴും ഓർക്കുക. ശരിക്കും പറഞ്ഞാൽ ക്രിപ്റ്റോ എന്ന വേർഡ് ശരിക്കും ഡെപിക്റ്റ് ചെയ്യുന്നത്, അതായത് എപ്പോഴും സൂചിപ്പിക്കുന്നത് ക്രിപ്റ്റോഗ്രാഫീനാണ്. അപ്പോൾ ഈ ക്രിപ്റ്റോഗ്രാഫി ഓൾറെഡി പണ്ടുള്ള ഒരു ഫീൽഡാണ്, മാത്തമാറ്റിക്സിൻ്റെ ഒരു ഫീൽഡാണ്. അപ്പോൾ ഈ ഒരു ഫീൽഡിൽ കുറേ റിസർച്ചൊക്കെ നടത്തി കുറേ പ്രൊജക്റ്റുകൾ ഇപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് ബ്ലോക്ക് ചെയിൻ റിലേറ്റഡ് അതിനെ സെക്യൂർ ആക്കാനായിട്ട് എൻക്രിപ്റ്റ് ഒക്കെ ചെയ്യാനും ഒരുപാട് സെക്യൂരിറ്റി കൂട്ടാനായിട്ട് ഒരുപാട് പ്രൊജക്റ്റുകൾ വന്നുണ്ട്. അപ്പോൾ അതിലുള്ള ഒരു മോഡൽ പ്രൊജക്റ്റാണ് ഇത് ഇൻകോ നെറ്റ്വർക്ക് എന്നുണ്ട്. അപ്പോൾ ഇവർ എക്സ് അക്കൗണ്ട് ഫോളോ ചെയ്യുക. ഇത് ഫ്രീ ആയിട്ട് ചെയ്യുന്ന പ്രൊജക്റ്റാണ്. നിങ്ങൾക്ക് ഫണ്ടിങ് ഒന്നും വേണ്ട, 0 റുപ്പിയാണ്. അതായത് നിങ്ങൾക്ക് ഇതിൻ്റെ എന്താണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്, നമ്മൾ എന്താണ് സെപ്പോളി നെറ്റ്വർക്ക് വെച്ചിട്ടാണ്, ബേസ് സെപ്പോളി വെച്ചിട്ടാണ്. അപ്പോൾ ബേസ് സെപ്പോളി എന്താണെന്ന് അറിയാം, ഒരു ടെസ്റ്റ് ചെയിനാണ്. ബേസ് നെറ്റ്വർക്കിൻ്റെ ടെസ്റ്റ് നെറ്റ്വർക്ക് ആണ് ബേസ് സെപ്പോളി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലെന്ന് പറഞ്ഞാൽ നമുക്ക് ഫൊസറ്റിൽ നമുക്ക് ബേസ് സെപ്പോളിയ മതി, ബേസ് സെപ്പോളിയ എത്തുന്ന പറഞ്ഞാൽ കോയം മതി. അപ്പോൾ അതിനായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒന്നില്ലെങ്കിൽ ആൽക്കമിന്ന് സൈറ്റ് വരിക, എന്നിട്ട് ഇവിടെ റിക്വസ്റ്റ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ചെയ്യുന്ന മെത്തേഡ് എന്താ ചെയ്യുക, നിങ്ങളുടെ കയ്യിൽ ഒരുപാട് പേര് സെപ്പോളിയ ചെയ്യുന്നുണ്ടാവും. എന്താണ് സെപ്പോളിയ ചെയിൻ എന്ന് പറയുന്നത്? ടെസ്റ്റ് നെറ്റ് ചെയിൻ, അതായത് എതീറിയം നെറ്റ്വർക്കിൻ്റെ ടെസ്റ്റ് നെറ്റ് ചെയിനാണ് എന്ത് സെപ്പോളിയ എന്ന് പറയുന്നത്. ഇതൊന്നും അറിയില്ല എന്ന് എന്ത് ചെയ്യുക, നമ്മുടെ ടെസ്റ്റ് നെറ്റിൻ്റെ സീരീസ് പോയി കാണുക. അതൊന്നും അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ, എന്താണ് ചെയ്യുന്നൊക്കെ അറിയാത്തവരാണെങ്കിൽ അവിടെ പോയി കണ്ടിട്ട് വരിക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, സെപ്പോളിയ ചെയിൻ വേണം. നമ്മുടെ മെറ്റാമാസ്കിൽ ഓൾറെഡി എന്തുണ്ടാവും, സെപ്പോളിയ ചെയിൻ ഓൾറെഡി ഉണ്ടാവും. എന്തായാലും ടെസ്റ്റ് നെറ്റ്വർക്ക് ഉണ്ടാവും. അപ്പോൾ ടെസ്റ്റ് നെറ്റ്വർക്കിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്, അപ്പോൾ സെപ്പോളിയ എത്തുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട്. അതിൽ ഏറ്റവും നല്ല എളുപ്പമുള്ള മാർഗ്ഗമാണ് സെപ്പോളിയ ഫോസറ്റ്, POW ഫോസറ്റ് എന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് എന്താണ് നമ്മൾ എത്തിയിരുന്ന അഡ്രസ്സ് ഇടുന്നത്. അതിനെന്ത് നമ്മൾ മെറ്റാമാസ്ക് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഇവിടെ എതീറിയം മെയിനായിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ ഷോ ടെസ്റ്റ് നെറ്റ്വർക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ എന്തുണ്ടാവും, നിങ്ങൾക്ക് ഓൾറെഡി എന്തുണ്ടാവും, സെപ്പോളിയ നെറ്റ്വർക്ക് ഇവിടെ ഓൾറെഡി ഉണ്ടാവും. വേണമെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചൂസ് ചെയ്യാം. ഇത് ചൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ അഡ്രസ് കോപ്പി ചെയ്താൽ മതി. ഇത് ചൂസ് ചെയ്യണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഇവിടെ അഡ്രസ് എന്ത് ചെയ്ത് കോപ്പി ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യുക, ആ അഡ്രസ് ഇവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യുക, ഈ ഒരു ക്യാപ്ച എന്ത് ചെയ്യുക, ഫില്ല് ചെയ്ത് കൊടുക്കുക. ഈ ക്യാപ്ച ഫില്ല് ചെയ്തിട്ട് സ്റ്റാർട്ട് മൈനിങ് കൊടുത്ത് എന്ത് ചെയ്യും, 12 മണിക്കൂർ കഴിയുമ്പോൾ എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഒരു 0.5 എത്ത് ഈ ഒരു സൈറ്റിൽ വന്നിട്ട് എന്ത് ചെയ്യും, നിങ്ങൾക്ക് എപ്പോഴും ക്ലെയിം ചെയ്യാം. 2 മണിക്കൂർ വന്നിട്ട് എന്ത് ചെയ്യാം, ക്ലെയിം ചെയ്യാം. നിങ്ങൾക്ക് അത്രയും ഒരു ടെസ്റ്റ് ടോക്കൺ ഒക്കെ മതി. അപ്പോൾ അത്രയും ടെസ്റ്റ് ടോക്കൺ എന്ത് ചെയ്യുക, ക്ലെയിം ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടി, സെപ്പോളിയ ചെയിനിൽ എതീറിയം കിട്ടി. അപ്പോൾ നിങ്ങൾക്ക് ഏതൊരു ഈ മെത്തേഡ് യൂസ് ചെയ്യാമല്ല, നിങ്ങൾക്ക് നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ഒരു ശേഷം റിമൈൻഡർ ടോപ്പിലേക്ക് സെപ്പോളിയം സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് ഒരുപാട് ഫൊസറ്റ് ഇവിടെ ഉണ്ടാവും. അപ്പോൾ ഈ ഏതെങ്കിലും ഫൊസറ്റ് വർക്കിംഗ് ആയിട്ടുള്ള ഏതെങ്കിലും ഫൊസറ്റ് എടുക്കുക, ഓരോന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിൽ ഗൂഗിളിൻ്റെ ഫൊസറ്റ് ആണ്, വർക്കിംഗ് ആണ്. അപ്പോൾ അതിൽ വെറുതെ നിങ്ങളുടെ അഡ്രസ് കൊടുത്താൽ മതി. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നിങ്ങൾക്ക് എന്ത് ചെയ്യും, സെപ്പോളിയ എത്ത് കിട്ടും. അങ്ങനെ ഇത് ഏതെങ്കിലും സൈറ്റ് വഴി എന്ത് നിങ്ങൾ സെപ്പോളിയ എത്ത് അക്വയർ ചെയ്യാൻ നോക്കുക. അങ്ങനെ അക്വയർ ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾ എന്ത് ചെയ്യുക, വീണ്ടും ഇവിടെ അക്വയറിന് ശേഷം എന്ത് ചെയ്യുക, നമുക്ക് ഈ ഒരു സെപ്പോളിയ എത്തിനെ ഇതിലേക്ക് മാറ്റണം, ബേസ് സെപ്പോളിയയിലേക്ക് മാറ്റണം. അതിനായിട്ട് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ഒരു ചെയ്യുന്ന മറ്റൊരു ചെയിനിലേക്ക് മാറ്റാൻ ചെയ്യുന്ന മെത്തേഡാണ് ബ്രിഡ്ജിങ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, സൂപ്പർ ബ്രിഡ്ജ് സൈറ്റിലേക്ക് വരിക. ശേഷം എന്ത് ഇവിടെ കണക്ട് വാലറ്റ് ഉണ്ട്, കണക്ട് വാലറ്റ് കൊടുക്കുക. അതിനുശേഷം ഞാൻ ചൂസ് ചെയ്ത റാബി വാലറ്റ് ആണ്. റാബി വാലറ്റ് എന്താണെന്ന് അറിയാത്തവർക്ക് എന്ത് ചെയ്യുന്നത്, ടെസ്റ്റിൻ്റെ സീരീസ് പറഞ്ഞാൽ ഞാനതിൽ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഞാൻ റാബി വാലറ്റ് ചൂസ് ചെയ്യുന്നത്. കുറച്ചൊരു സ്പീഡാണ് റാബി വാലറ്റ്, അതെങ്ങനെ ചെയ്യാനുള്ള കാര്യങ്ങൾ എന്താണ് ഞാൻ ടെസ്റ്റിൻ്റെ സീരീസിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഞാൻ റാബി വാലറ്റ് ചൂസ് ചെയ്യുകയാണ്. അതിനുശേഷം കണക്ട് ക്ലിക്ക് ചെയ്യുക. സെപ്പോളിയ ചെയിൻ എൻ്റെ റാബി വാലറ്റിൽ ഉണ്ടായില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, അത് ഇവിടെ ആഡ് ചെയ്യാനായിട്ട് ഓട്ടോമാറ്റിക് കാട്ടുന്നത്. കാരണം നിങ്ങൾ ഇല്ലാന്നുണ്ടെങ്കിൽ എന്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ കാട്ടും. അപ്പോൾ ഞാൻ ആഡ് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് തന്നെ വരിക. അപ്പോൾ നിങ്ങൾ ഇത് ചൂസ് ചെയ്തിട്ട് ഇങ്ങനെ കിടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ലിങ്ക് എന്തായാലും നമ്മുടെ ചാനലിൽ ഇതിൻ്റെ ഒപ്പം തന്നെ ഇടാം. ഇങ്ങനെ കാണുന്നില്ല എന്ത് ചെയ്യും, നിങ്ങൾ ഇവിടെ സെപ്പോളിയ ചൂസ് ചെയ്യുക. ഇപ്പുറത്ത് എന്ത് ചെയ്യുക, ബേസ് സെപ്പോളിയ ചൂസ് ചെയ്യുക. രണ്ട് ടെസ്റ്റ് നെറ്റ്വർക്കാണ്. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യണം, ഇവിടെ എതീറിയമാണ് ചൂസ് ചെയ്യുന്നത്. അതിന് എന്ത് ചെയ്യുക, നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ എന്താണ് 0.1 ഉണ്ടെന്നാണ് എന്ത് ചെയ്യുക, അല്ലെങ്കിൽ 0.1 കോയിൻ ആണെങ്കിൽ 1, അല്ലാതെ നിങ്ങളുടെ കയ്യിൽ എത്ര ഉണ്ടോ അത്രയും കോയിൻസ്. ഞാനിപ്പോൾ ഒരു 0.1 ആണ്, കാരണം എൻ്റെ ഓൾറെഡി ബേസ് സെപ്പോളിയ കുറച്ച് എമൗണ്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ താഴെ ഒരു ബ്രിഡ്ജ് ഇവിടെ ഒരു സൈറ്റ് കാണുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യുക, കണ്ടിന്യൂ കൊടുക്കുക. എൻ്റെ ഇവിടെ സ്റ്റാർട്ട് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു 6 മിനിറ്റ് സമയമാണ് കാണിച്ചത്. അപ്പോൾ 6 മിനിറ്റ് എടുത്തിട്ട് എന്ത് ചെയ്യും, ഇവിടെ എതീറിയം ബേസ് സെപ്പോളിയയിലേക്ക് എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഇവിടെ എതീറിയം ലഭിക്കും. എന്താണ് ഈ ബേസ് സെപ്പോളിയ, എന്താണ് ഈ ബ്രിഡ്ജ് നമ്മൾ ചെയ്യുന്നത്, എന്താണ് ഈ ബ്രിഡ്ജിങ് എന്നൊക്കെ മനസ്സിലാവാത്തവർ എന്ത് ചെയ്യുക, നേരെ ടെസ്റ്റ് നെറ്റ് സീരീസ് പോയി കാണുകാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുകയാണ്. അത് കാണാതെ നിങ്ങൾ ഇവിടെ ഒന്ന് ചിലപ്പോൾ എന്ത് ചെയ്യും, നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. അതുകൊണ്ടാണ് ടെസ്റ്റ് നെറ്റ് സീരീസ് പോയി കാണാൻ പറയുന്നത്. ഇനി ഇവിടെ ഈ സൈറ്റിൽ നിന്ന് പോകാൻ പറ്റില്ല. നമുക്ക് എന്ത് ചെയ്യണം, 6 മിനിറ്റ് കഴിയുമ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്യും, ഇവിടെ വീണ്ടും ഇവിടെ ഗെറ്റ് എന്നൊരു ബട്ടൺ വരും. അവ ക്ലിക്ക് ചെയ്യാൻ മാത്രമാണ് എന്ത് ചെയ്യുക, നമ്മുടെ ബേസ് സെപ്പോളിയയിലോട്ട് എന്ത് ചെയ്യുക, നമ്മുടെ എതീറിയം
ടെസ്റ്റ് നെറ്റ് ടോക്കൺ എത്തുകയുള്ളൂ. ഇതിന് എന്തെങ്കിലും വാല്യൂ ഉണ്ടോ? ഇല്ല. ഇതിന് ചിലപ്പോൾ $500 $600 കാട്ടും. പക്ഷെ നമുക്ക് പിൻവലിക്കാൻ പറ്റില്ല. ടെസ്റ്റ് നെറ്റ് ടോക്കൺസ് ആണ്, ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രം ടോക്കൺസ് ആണ് എന്ത് ഈ ടെസ്റ്റ് നെറ്റ് ടോക്കൺസ് വന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ക്ലോസ് വേണമെങ്കിൽ ചെയ്യുന്നിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇവിടെ ആക്ഷൻ ഇടുന്നില്ലേ, ഇവിടെ വേണമെങ്കിൽ ആക്സസ് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം വെയിറ്റിംഗ് ഫോർ കൺഫർമേഷൻ കാണാൻ പറ്റും. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഇവിടെ ഒരു ബട്ടൺ കാണും കെട്ടുന്നുണ്ട്. അപ്പോൾ അത് ക്ലിക്ക് എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഇവിടെ അത് ആ ബട്ടൺ കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യുക, ഈ 0.1 ബേസ് എപ്പോളിലോട്ട് എത്തുള്ളൂ. അങ്ങനെ നിങ്ങളുടെ കയ്യിൽ ബേസ് എപ്പോളി എത്തിക്കഴിഞ്ഞാൽ ഇനി ചെയ്യാനുള്ളതാണ് നമുക്ക് ടെസ്റ്റ് ടാസ്ക് വന്നത്. അപ്പോൾ 2 ടാസ്കുകളാണ് ഇതിൽ ആകുള്ളത്. ഒന്ന് കോംഫി എന്ന് പറയുന്ന സൈറ്റിലാണ്. അപ്പോൾ അതിലേക്ക് വരിക. അതിനുശേഷം എന്ത് ചെയ്യുക, ഇവിടെ കണക്റ്റ് വാലറ്റ് കാണാൻ പറ്റും. അവിടെ കണക്റ്റ് വാലറ്റ് ക്ലിക്ക് ചെയ്യുക, റാബി വാലറ്റ് ചൂസ് ചെയ്യുക, ഇഗ്നോർ ഓൾ കൊടുത്തോളൂ. അതിനുശേഷം കണക്റ്റ് കൊടുക്കുക. ഇപ്പോൾ ഇവിടെ ബേസ് എപ്പോഴും നമ്മുടെ റാബി വാലറ്റ് ഇല്ലാന്ന് ഇപ്പോൾ ഓട്ടോമാറ്റിക് എന്ത് ചെയ്യാം, ആഡ് ചെയ്യാം. അതാണ് പറഞ്ഞത്, ചില സൈറ്റിലൊക്കെ എടുക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഓട്ടോമാറ്റിക്കായിട്ട് ചെയിൻ ആഡ് ചെയ്യാൻ പറ്റും. ഇല്ലാന്ന് നമുക്ക് മാനുവലി ആഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതാണ് നമ്മുടെ ടെസ്റ്റ് സൈറ്റ്. ഇവിടെ ആകെ 2 ആക്ടിവിറ്റി മാത്രമാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഒന്ന് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ USDC നമുക്ക് എന്ത് ചെയ്യണം, ഷീൽഡ് ചെയ്യണം. അപ്പോൾ ഈ ഒരു ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ ബേസ് എപ്പോളിയിൽ ആയതുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, നമുക്ക് എതീറിയം വേണ്ടത്. എന്തിനാണ് നമുക്ക് എതീറിയം വേണ്ടത്, ഗ്യാസ് ഫീ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് നമുക്ക് എതീറിയം വേണ്ടത്. അപ്പോൾ അതിന് നമുക്ക് എന്ത് ചെയ്യുക, ഇവിടെ മിൻറ്റിനെ വന്നു ബട്ടൺ കാണാൻ പറ്റും. ആ മിൻറ്റിനെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യുക, എനിക്കിവിടെ USDC വേണം, USDC അല്ല വേണ്ടത്. അപ്പോൾ USDC എന്ത് 10,000 കൊടുത്തു, മിൻറ്റ് ക്ലിക്ക് ചെയ്യുകയാണ്. അതിനുശേഷം സൈൻ ചെയ്യുക, കൺഫേം ചെയ്യുക. അപ്പോൾ എൻ്റെ കയ്യിലായിട്ട് എന്തെത്തി, 10,000 USDC ഓൾറെഡി എത്തി. ഇനി എന്ത് ചെയ്യാൻ വേണമെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം, ഇവിടെ CUSDC ഉണ്ട്, അതെന്ത് ചെയ്യാം, എനിക്കത് മിൻറ്റ് ചെയ്യാം. ഞാനപ്പോൾ അത് ഒരു 10,000 കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ 1000 കൊടുക്കണമെങ്കിൽ 1000 കൊടുത്താൽ മതി. എനിക്ക് ഇഷ്ടമുള്ള നമ്പർ കൊടുക്കാം. വലിയ എമൗണ്ട് കൊടുത്താൽ കിട്ടുമെന്ന് എനിക്കറിയാൻ പറ്റില്ല. ബട്ട് ഇത്ര ഒരു 10,000 എമൗണ്ട് കൊടുക്കുന്നത് കുറച്ച് സേഫ് ആണെന്ന് എനിക്ക് തോന്നുന്നു. സൈൻ ചെയ്യുക, കൺഫേം ചെയ്യുക. ഈ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ എന്ത് കാണാൻ പറ്റും, ഒരു സൈൻ ചെയ്യേണ്ടി വരും. ഐ ബട്ടൺ ഓപ്പൺ ആക്കണമെന്ന് കാരണം അത് എൻക്രിപ്റ്റ് ചെയ്യാനാണ്. അപ്പോൾ എന്ത് ചെയ്യുക, കൺഫേം കൊടുത്ത് എന്ത് പറ്റും, നിങ്ങൾക്ക് ഇവിടെ ബാലൻസ് ഉള്ളത് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത് ഒരു എൻക്രിപ്റ്റഡ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ 2 ടാസ്ക് ഉണ്ട്. ഒന്ന് ഷീൽഡ് എന്ന് പറഞ്ഞ ടാസ്ക്. അപ്പോൾ ഈ ഷീൽഡ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാനുള്ള എമൗണ്ട് അടിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 100 കൊടുക്കാൻ വിചാരിക്കുക. 100 ഷീൽഡ് ചെയ്യുന്നു. സൈൻ ചെയ്യുക, കൺഫേം ചെയ്യുക. സൈൻ ചെയ്ത് കൺഫേം കൊടുക്കുന്നു. എൻക്രിപ്റ്റ് ചെയ്യാനാണ്. അപ്പോൾ എന്ത് ചെയ്തു കണ്ടില്ലേ, ഇവിടെ എൻ്റെ കുറയും ചെയ്തു, ഇവിടെ എൻക്രിപ്റ്റിൽ കൂടും ചെയ്തു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്ത് ഷീൽഡ് ചെയ്ത് ഇങ്ങോട്ട് എന്ത് ചെയ്യുക, ഇങ്ങോട്ടും മാറ്റിക്കൊണ്ടിരിക്കുക. ഇങ്ങനെ എന്ത് ചെയ്യാം, നമുക്ക് വേണമെങ്കിൽ അൺഷീൽഡ് ചെയ്യാം. അപ്പോൾ എന്ത് ചെയ്യുക, ഇവിടെ അൺഷീൽഡ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യുക, ഇപ്പോൾ നമ്മളൊരു 100 കൊടുക്കണം അൺഷീൽഡ് ചെയ്യാനായിട്ട്. അൺഷീൽഡ് ക്ലിക്ക് ചെയ്യുക, സൈൻ ചെയ്യുക, കൺഫേം ചെയ്യുക. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് 2 ടാസ്കുകൾ എന്ത് ചെയ്യുള്ളൂ ഇവിടെ ആകെ ചെയ്യാനുള്ളത്. എന്ത് ചെയ്യുക, USDCനെ ഷീൽഡ് ചെയ്യുക, ഇങ്ങോട്ട് അൺഷീൽഡ് ചെയ്യുക. അപ്പോൾ ഒരു ദിവസം എന്ത് ചെയ്യുക, നിങ്ങളൊരു 10-20 ട്രാൻസാക്ഷൻ എന്ത് ചെയ്യുക, മുടങ്ങാതെ ചെയ്യാൻ നോക്കുക. അത് മാത്രമേ ചെയ്താൽ മതി. 10-20 ട്രാൻസാക്ഷൻ ഇവിടെ ചെയ്യാൻ നോക്കുക. അപ്പോൾ ഇവിടെ അൺഷീൽഡ് ചെയ്യുമ്പോൾ നിങ്ങൾ കണ്ടോ, ഇവിടെ ഞാൻ ഷീൽഡ് ഒരു പ്രാവശ്യം കൊടുക്കുകയാണെങ്കിൽ നമുക്കൊരു കാര്യം ഇവിടെ കാണിച്ചു തരാം. 100 കൊടുത്ത് ഷീൽഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, നമുക്ക് ഇവിടെ ഗ്യാസ് ഫീ ചോദിക്കണുണ്ടോ, എന്താണ് ചോദിക്കുന്നത്, എതീറിയം. ഇതിനാണ് നമ്മൾ തുടക്കം തന്നെ എന്ത് തോന്നുന്നത്, ബേസ് എപ്പോളിയെന്ന് നമുക്ക് എന്ത് എതീറിയം കൊണ്ടുവന്നത്. ഇത് കൊണ്ടുവന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, നിങ്ങൾക്ക് ഇവിടെ ട്രാൻസാക്ഷൻ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ഇവിടെ ഫീസ് ഇല്ലാന്ന് കാണിക്കും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ബേസ് എപ്പോളിയിൽ എതീറിയം കൊണ്ടുവരുന്ന മെത്തേഡ് കാണിച്ചതും എങ്ങനെയാണെന്ന് കാണിച്ചത്. അപ്പോൾ അത് ഫസ്റ്റ് ചെയ്താൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഈ ബേസ് എപ്പോഴും കിട്ടുകൊണ്ടാണ് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ഈ ട്രാൻസാക്ഷൻ എനിക്ക് കൺഫേം ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഒരു ദിവസം എന്ത് ചെയ്യുക, 10-20 ട്രാൻസാക്ഷൻ വരെ മാക്സിമം ചെയ്യാൻ നോക്കുക. അതിന് മേലെ വേണമെങ്കിൽ ചെയ്തോളൂ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഒരുപാട് ചെയ്യാണ്ടിരിക്കാൻ നോക്കുക. 10, 100, 150 ചെയ്യാണ്ടിരിക്കാൻ നോക്കുക. നിങ്ങളുടെ ടൈം അനുസരിച്ച് മാത്രം എന്ത് ചെയ്യുക, ഇതിൽ ട്രാൻസാക്ഷൻസ് USDCനെ ഷീൽഡ് ചെയ്യാനും അൺഷീൽഡ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യുക, ഒരുപാട് ട്രാൻസാക്ഷൻസ് ചെയ്യാൻ നോക്കുക. അതിനും ഇതിനുള്ള ആക്ടിവിറ്റി ആകെ ഇത് മാത്രമുള്ള ഇതിനുള്ള ആക്ടിവിറ്റിക്ക് എന്ത് ചെയ്യും, അതായിരിക്കും എന്ത് ചെയ്യുക, അവർ കൗണ്ട് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അതുപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വീണ്ടും വേണമെങ്കിൽ എന്ത് ചെയ്യാം, മിൻറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയാണ് കോംഫി എന്ന സൈറ്റിലുള്ളത്. ഇതിനടുത്ത് എന്താ വെച്ചാൽ ഹാങ്മാൻ ഗെയിം എന്നൊരു ഗെയിമാണ്. ഗെയിം എന്ന് പറഞ്ഞൊരു വാലറ്റ്, നമ്മളൊരു വേർഡ് ഗസ് ചെയ്യുന്ന ഒരു ഗെയിമാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഞാനിവിടെ കണക്റ്റ് വാലറ്റ് കൊടുക്കുക, റാബി വാലറ്റ് കൊടുക്കുന്നു, ഇഗ്നോർ ഓൾ കൊടുക്കുന്നു. എപ്പോഴും ഇഗ്നോർ ഓൾ കൊടുക്കരുത്. ഇതൊരു ഓതറൈസ്ഡ് കമ്പനിയുടെ സൈറ്റ് ആയതുകൊണ്ടാണ് ഞാൻ ഇഗ്നോർ കൊടുക്കുന്നത്. നിങ്ങൾ കൊടുക്കുമ്പോൾ എല്ലാ സൈറ്റിലും ഇഗ്നോർ ഓൾ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, നല്ലൊരു സൈറ്റ് ആണെന്നോട് എന്ത് ചെയ്യുക, ശ്രദ്ധിച്ചിട്ട് വേണം ഇഗ്നോർ ഓൾ കൊടുക്കാനായിട്ട്. കാരണം അതിൻ്റെ സെക്യൂരിറ്റി ഇൻസ്ട്രക്ഷൻസ് ഒക്കെ എന്താണ് നിങ്ങൾ ഡിസേബിൾ ചെയ്യുന്ന ഒരു മെത്തേഡാണ് നിങ്ങൾക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കണക്റ്റ് കൊടുക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, ഇവിടെ സ്റ്റാർട്ട് ഗെയിം എന്ന് വേണം, സ്റ്റാർട്ട് ഗെയിം കൊടുക്കുക. അപ്പോൾ നിങ്ങളിവിടെ ഗസ് ചെയ്യണ ലെറ്ററിനനുസരിച്ച് എന്ത് ചെയ്യും, ഈ പുള്ളിക്കാരൻ താഴേക്ക് വരും. സൈൻ ചെയ്യുക, കൺഫേം ചെയ്യുക. അപ്പോൾ ഇവിടെ 4 പേരാണ് ഗസ് ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ഒരു ട്രിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു AEIOU അതായത് വവ്വൽസ് ഉള്ള ലെറ്റേഴ്സ് ഇല്ലേ, അതൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക. അപ്പോൾ ഈ അതിലുണ്ടോ നോക്കുക. അപ്പോൾ ഇതിൽ ഓരോ പ്രാവശ്യം ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഓരോ ട്രാൻസാക്ഷൻ വരുമ്പോൾ ഒരുപാട് ട്രാൻസാക്ഷൻ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് അവിടെ എന്ത് ചെയ്യാം, മറ്റേലൊരു 10 ട്രാൻസാക്ഷൻ, ഇവിടെ എന്ത് ചെയ്യുക, ഒരു 3-4 ട്രാൻസാക്ഷൻ ചെയ്യാൻ നോക്കുക. പക്ഷേ ഇത് ബേസ് എപ്പോഴായിട്ട് ചെയ്യുന്നത്, അല്ലാണ്ട് ഇവരെ ചെയിനിലല്ല നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾ ആലോചിക്കണം. അപ്പോൾ ഞാൻ ചെയ്തു, അപ്പോൾ അല്ല ഞാൻ എന്ത് ചെയ്തു, അപ്പോൾ പുള്ളിക്കാരൻ താഴോട്ട് വന്നു. ഇനി I കൊടുത്ത് നോക്കണം. I അല്ല, ഞാൻ O കൊടുത്ത് നോക്കുകയാണ്. ഓയും അല്ല, ഇനി കൊടുക്കാനുള്ളത് A കൊടുത്ത് നോക്കുകയാണ്. എയും ഇല്ല, ഞാൻ U കൊടുത്ത് നോക്കുകയാണ്. ഇപ്പോൾ U വന്നിട്ടുണ്ട്. ഇതെന്താണ് ഞാൻ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, വവ്വൽസുള്ള ലെറ്റേഴ്സ് ഇല്ലേ, ആ വവ്വൽസുള്ള ലെറ്റേഴ്സ് ഞാൻ ഇവിടെ കൊടുത്ത് നോക്കിയത്. അപ്പോൾ അങ്ങനത്തെ ലെറ്റേഴ്സ് കൊടുത്ത് നോക്കുമ്പോൾ ചിലപ്പോൾ എന്ത് ഓൾമോസ്റ്റ് എല്ലാ വേർഡിലും നമുക്ക് എന്ത് കാണും, വവ്വൽസ് കാണാൻ പറ്റും. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ട്രിക്ക് ചെയ്ത്. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ട്രിക്കുകളുണ്ട്, ഗസ് ചെയ്യാനായിട്ട് വേറെ ട്രിക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വേണമെങ്കിൽ ചൂസ് ചെയ്യാം. ഞാൻ ഈ ഒരു മെത്തേഡാണ് ചൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ChatGPT വിളിച്ച് വേറെ ഒരു മെത്തേഡ് ചൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എനിക്ക് രണ്ടാമത്തെ ലെറ്റർ U വരുന്ന കുറച്ച് വേർഡ്സ് ആണ് വേണ്ടത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുക, ChatGPT ചോദിച്ചു നോക്കണം.
അപ്പോൾ ഞാൻ ChatGPT വെച്ച് ട്രൈ ചെയ്ത് നോക്കി. പക്ഷേ എന്ത് ചെയ്തു, ഇതിൻ്റെ പുള്ളിക്കാരൻ താഴെ വീഴുകയാണ് ചെയ്തത്. അപ്പോൾ ഒറ്റ പ്രാവശ്യം ഇത് ശരിയായില്ല. അതായത് 2 ലെറ്റർ മാത്രമേ എനിക്ക് കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താ വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ ലെറ്റേഴ്സും, അതായത് ഒരു AI ഉള്ള ലെറ്റേഴ്സൊക്കെ എന്ത് ചെയ്യുന്നു, ടൈപ്പ് ചെയ്ത് നോക്കുക. ഞാൻ പറഞ്ഞു വേറെ സ്ട്രാറ്റജി അത് ചൂസ് ചെയ്യാം. ആ ചൂസ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ആ എലമെൻറ്റ് ഇപ്പോൾ ChatGPT നല്ലത് ഇപ്പോൾ ഗ്രോക്ക് ആണെന്നുണ്ടെങ്കിൽ ഗ്രോക്ക് ചൂസ് ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും AI ചൂസ് ചെയ്ത് നോക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ലെറ്റർ ഇവിടെ അടിച്ചു, ഇപ്പോൾ A അടിച്ചിട്ട് എന്ത് ചെയ്യുക, അതല്ലാന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് ചെയ്യുക, ChatGPT പറയുക ഞാനൊരു 4 ലെറ്റർ വേർഡാണ് ഗസ് ചെയ്യുന്നത്, അതിലെന്തില്ല ഇല്ല, ഇതിൽ ഏതെങ്കിലും വേർഡ് വന്നാൽ എന്ത് ചെയ്യുക, അതിൽ എനിക്കൊരു ലെറ്റർ വന്നു, B വന്നു, അത് സെക്കൻഡ് പൊസിഷനിലാണുള്ളത്, പക്ഷേ അതിലില്ല, അങ്ങനത്തെ വേർഡുകൾ ഏതാണെന്ന് തരാൻ പറയും. അപ്പോൾ നിങ്ങൾ ChatGPT അല്ലെങ്കിൽ ഗ്രോക്ക് എന്ത് ചെയ്യും, വേറെ വല്ല ലെറ്റേഴ്സ് വരും. അങ്ങനെ ലെറ്റർ എന്ത് ചെയ്യുക, ഓരോ ലെറ്ററുകൾ ഇവിടെ പറഞ്ഞ ലെറ്റർ ഇല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അത് ChatGPT പറയുക. അങ്ങനെ ലിമിറ്റ് ചെയ്ത് പോവുക. ഭാഗ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കറക്റ്റ് ഗസ്സസ് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇവിടെ ഗസ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ എന്ത് ചെയ്യാം, ഈ ഹാങ്മാനെ ഈ തീയിൽ വീഴാതെ രക്ഷിക്കാൻ പറ്റും. അപ്പോൾ ഇത് മാക്സിമം ജയിക്കാൻ നമുക്ക് ഒരു 3-4 കുറേ കളിയൊക്കെ ജയിച്ച് കഴിഞ്ഞാൽ അത്ര നല്ലതായിരിക്കും. കാരണം നമ്മുടെ വാലറ്റ് കണ്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇൻഫർമേഷൻ എന്ത് ചെയ്യും, അവർ സേവ് ആക്കി വെക്കുന്നതായിരിക്കും. അപ്പോൾ ഇതിനും ഈ 2 ആക്ടിവിറ്റി മാത്രമാണ് നമുക്ക് ഇതിലുള്ളത്. പിന്നെയുള്ള ഒരു ഡിസ്കോഡാണ്. ഡിസ്കോഡിൽ ആക്റ്റീവ് ആയിരിക്കാൻ നോക്കുക. അവിടെ ഡിസ്കോഡ് റോൾസ് ഉണ്ട്. അതിന് ചിലപ്പോൾ എന്തുണ്ടാകും, കുറച്ച് പ്രയോറിറ്റി ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് അത്ര ഏർലി അല്ല, പ്രോജക്റ്റ് അല്ല, ബട്ട് അത്ര ലേറ്റും അല്ല. ഇത് ഇനിയും സമയം കിടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആക്റ്റീവായിട്ട് ചെയ്യാം. ലേറ്റ് ആണെന്ന് ആരെയും പറഞ്ഞു നിങ്ങളത് മൈൻഡ് ചെയ്യാൻ നിൽക്കണ്ട. കാരണം നമുക്ക് എന്താണ്, നമ്മൾ ഒരുപാട് പ്രോജക്റ്റ് നമ്മൾ എന്താണ് ലേറ്റ് ആയിട്ട് വന്നിട്ട് നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ലേറ്റ് ആണെന്ന് ആരെയും പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക. എത്ര ലേറ്റ് ആണെന്ന് പറഞ്ഞാലും ഇത് ഞാൻ മോഡ്സിനോട് ചോദിച്ചുകൊണ്ടാണ്, അല്ലാണ്ട് ഞാൻ എനിക്ക് മുട്ടി നിൽക്കുന്ന നേരത്തെ ഞാൻ കൊണ്ടുവരില്ല. അപ്പോൾ മോഡ്സിനോട് ചോദിച്ച് കൺഫേം ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്തത്, ഈ ഒരു പ്രോജക്റ്റ് തരാൻ കാര്യം. അപ്പോൾ മാക്സിമം ചെയ്യാൻ നോക്കുക. നല്ലൊരു ചെയിനാണ്, അതുപോലെ നല്ലൊരു പ്രോജക്റ്റ് ആണ്. അപ്പോൾ എന്തായാലും നല്ലൊരു പ്രോഫിറ്റ് കിട്ടുന്ന ആശിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നമ്മുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ എന്തെങ്കിലും കൺസേൺ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും മനസ്സിലായാലും എന്ത് ചെയ്യാം, അതും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമ്മുടെ ടെലഗ്രാം ചാനൽ എന്തായാലും ജോയിൻ ചെയ്തിരിക്കുക. അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പും ചെയ്യുക. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ബൈ.